ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിലവിൽ ധാരാളം ആരാധകരുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് നടി കൂടിയായ അനുമോൾ. ആദ്യ ആഴ്ചകളിൽ ഗ്രൂപ്പായുള്ള ആക്രമണം നേരിടേണ്ടി വന്നതോടെ അനുമോൾക്ക് പുറത്തുനിന്നുള്ള പിന്തുണ കൂടിയിരുന്നു. ആ സമയത്ത് അനുമോളെ ചുറ്റിപ്പറ്റി കണ്ടന്റുകളും ഉണ്ടായി. എന്നാൽ കരച്ചിൽ കാർഡ് അനുമോൾ ഉപേക്ഷിച്ചതോടെ കണ്ടന്റ് തീർന്നു എന്നാണ് അനുമോൾ ഹേറ്റേഴ്സ് പറയുന്നത്. മസ്താനി അടക്കമുള്ളവർ വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് എത്തിയതോടെ അനുമോളുടെ മുൻ കാമുകനെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടായി. ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ നടൻ ജീവനുമായി അനുമോൾ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് സൗഹൃദം മാത്രമാണെന്ന് അനുമോൾ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയിട്ടും വലിയ സുഹൃത്തായിട്ടും കൂടി അനുമോളെ പിന്തുണച്ച ഒരു പോസ്റ്റ് പോലും ജീവൻ പങ്കുവച്ചിരുന്നില്ല. ഇതോടെയാണ് ആ എക്സ് കാമുകൻ ജീവൻ തന്നെയായിരിക്കുമെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായി ജീവൻ വന്നത് അനുമോൾക്ക് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. മറ്റെല്ലാ സീസണുകളിലെയും പോലെ സിനിമകളുടെയും സീരിയലിന്റെയും പ്രൊമോഷന്റെയും ഭാഗമായി അതിഥികൾ ഹൗസിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് നടൻ ജീവൻ ഗോപാൽ അതിഥിയായി എത്തുന്നത്. ജീവനും അനുമോളും ഒരുമിച്ച് സിറ്റ്കോം ചെയ്തിട്ടുണ്ട്. അന്ന് ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു. എന്നാൽ ജീവനെ കണ്ട് അനുമോൾ ഞെട്ടി. അപരിചിതരെ പോലെയാണ് അനുമോളും ജീവനും ബിഗ് ബോസിൽ പെരുമാറിയത്. അനുമോൾ ആദിലയോട് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രേക്ഷകരിൽ പല ചോദ്യങ്ങളും ഉയർത്തി. എന്റെ ലൈഫ് നശിപ്പിച്ചു, മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞത്. ഇത് ജീവനെ ഉദ്ദേശിച്ചാണെന്ന് പ്രേക്ഷകർ പറയുന്നു. അതേസമയം താനും ജീവനും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും പ്രണയമില്ലെന്നും അനുമോൾ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തലയണ മന്ത്രം എന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നാടകീയമായ ജീവന്റെ എൻട്രി. ജീവനൊപ്പം നടി സോഫിയയും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ടതും ഹൗസിൽ എല്ലാവരും ഹാപ്പിയായിരുന്നു. എന്നാൽ അനുമോൾ മാത്രം അവിടേക്ക് അടുത്തില്ല. സോഫിയയെ പരിചയപ്പെട്ടതിനു ശേഷം അനുമോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. പിന്നാലെ ആദിലയും നൂറയും ഉണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ കയറി പൊട്ടിക്കരയുന്ന അനുമോൾ നൂറയോടും ആദിലയോടും അടക്കിപ്പിടിച്ച് സങ്കടം പറയുകയും പിന്നീട് കരച്ചിലൊപ്പി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ജീവൻ പോകുന്നത് വരെ ബിഗ് ബോസ് ക്യാമറ മാക്സിമം ടാർഗറ്റ് ചെയ്തത് അനുമോളെയായിരുന്നു. ഇത് അനുമോളെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയാണോ എന്നാണ് പലരുടെയും ചോദ്യം. ഒരാളുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ TRP ഉണ്ടാക്കുന്ന ബിഗ് ബോസ് തന്ത്രത്തെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുമുണ്ട്. എന്നാൽ അനുമോൾ വളരെ നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരം ജീവൻ അനുമോളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അനുമോൾ മാറിപ്പോകുന്നുണ്ട്. എന്നാൽ പുറകെ ചെന്ന് അനുമോൾക്ക് കൈ കൊടുത്തിട്ടാണ് ജീവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അനുമോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് ജീവൻ ഫിൽമി ബീറ്റ് മലയാളത്തിനോട് പ്രതികരിച്ചത്. സെറ്റിലേതുപോലെയാണ് ബിഗ് ബോസിലും, എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല. അനുമോളെ പോലെ പാവം ക്യാരക്ടറുള്ളയാൾ ബിഗ് ബോസിൽ പോയപ്പോൾ ഞെട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് ഞെട്ടാനൊന്നുമില്ല, എല്ലാവരും പാവം തന്നെയാണ്. പിന്നെ അതൊരു ഗെയിം ഷോയാണ്, അതിൻ്റെതായ രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നു, അത്രയുള്ളൂ എന്നാണ് ജീവൻ മറുപടി നൽകിയത്. നല്ല ജോഡിയായിരുന്നു നിങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് സോൾവ് ആകൂ, നല്ല ഫ്രണ്ട്സ് ആയിരിക്കൂവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അലാവുദ്ദീന്റെ അത്ഭുത വിളക്കെന്ന പരമ്പരയിൽ ജീം പൂമ്പ എന്ന ജിന്നായി എത്തിയാണ് ജീവൻ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായത്. അമ്മ, ദേവി മഹാത്മ്യം, അനന്തം, മക്കൾ തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാസ്റ്റർ ജീവൻ ഇപ്പോൾ ജീവൻ ഗോപാലാണ്. രാപ്പകൽ, മൈ ബോസ്, മമ്മി ആൻഡ് മീ എന്നീ ചിത്രങ്ങളിലും ജീവൻ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അനുമോൾ ബിഗ് ബോസിൽ വലിയ ജനപ്രീതി നേടി മുന്നോട്ടു പോകവെയാണ് ജീവൻ അതിഥിയായി വന്നത്. ടെലിവിഷൻ രംഗത്ത് വലിയ താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് അനുമോൾ. ടെലിവിഷൻ ഷോകൾ അനുമോൾക്കൊരു വെല്ലുവിളിയേ അല്ലായിരുന്നു. എന്നാൽ ബിഗ് ബോസ് അനുമോൾക്ക് തീർത്തും പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവമാണ്.